ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഇന്ത്യയുടെ സെക്യൂരിറ്റി ഫോഴ്സസ് ഏതാണ്ട് 8 പ്രധാനപ്പെട്ട ഇൻസിഡൻസ് ഉണ്ട്, മേജർ ആയിട്ടുള്ള തീവ്രവാദികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ 10-ാം തീയതിയാണ് ഫരീദാബാദിലുള്ള വലിയൊരു സ്ഫോടന പരമ്പരയ്ക്ക് ആവശ്യമായ 2900 കിലോ എക്സ്പ്ലോസീവ്സ് ആയിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ എടുത്തു പറഞ്ഞ നവംബർ 9-ാം തീയതി 3 ISIS ടെററിസ്റ്റുകളെ ഗുജറാത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. അത് ഇതുപോലെ അറ്റാക്കിന് വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ. അതുപോലെ നവംബർ 7-ാം തീയതി അതിൽ ഒരു ഇസ്ലാമിക ഒരു 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 പുരോഹിതൻ കൂടെ ഉൾക്കൊള്ളുന്ന വിഭാഗമാണ്. രാജസ്ഥാനിൽ നിന്ന് 5 പേരെ അറസ്റ്റ് ചെയ്തു. അല്ല, ഒരാൾ ഒരു മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് ഈ നവംബർ 7-ാം തീയതിയാണ്. അതിൽ മഹാരാഷ്ട്ര ATS അറസ്റ്റ് ചെയ്തത് പൂനെയിൽ നിന്ന് അൽഖ്വയ്ദ ലിങ്കുള്ള ആൾക്കാരെ ഒക്ടോബർ 28-ാം തീയതിയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ, ഞാനിത് പറയുന്നതെല്ലാം തന്നെ ഹിന്ദു ഉൾപ്പെടെ, ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെ വന്ന ന്യൂസുകളാണ്. അവരുടെ ഒരു ചെറിയ കോളൻ ന്യൂസാണ് ഇതൊക്കെ. സ്ഫോടനം വരുമ്പോഴും നമ്മൾ 1-ാമത്തെ പേജിൽ ഇത് നിറയുകയും, അല്ലാത്ത സമയത്ത് ഇത്, അതായത് നമ്മുടെ സുരക്ഷാ സേനയുടെ കരുതൽ കൊണ്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്.